ഇന്നാ പിടിച്ചോളീൻ ഇന്നത്തെ സ്പെഷ്യൽ തട്ടിക്കുട്ട് നിർവാണ. ഇന്നത്തെ നിർവാണയ്ക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഓലമീനാണ്. ഓലമീൻ നല്ല കഷ്ണങ്ങളായി നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനോട് മസാല കൂട്ടിയാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു നാരങ്ങ നീര് എല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് കരിയാപ്പില ഇടുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ഇത് നമുക്ക് മിക്സിയിൽ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ സ്വന്തം റെസിപ്പിയാണ്. പെട്ടെന്നുള്ള നിർവ്വാണമാണ്, അതുകൊണ്ടാണ് തട്ടിക്കൂട്ട് നിർവ്വാണം എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി പേസ്റ്റ് ആകണ്ട, ചെറുതായിട്ട് ചതഞ്ഞ് നിന്നാൽ മതി കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശ്രദ്ധിക്കുക, കൈ പുകയും. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം പെട്ടെന്ന് നല്ലതായിരിക്കും. മിക്സായി കഴിയുമ്പോൾ ഓരോ പീസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മസാല തേച്ച് കൊടുക്കാം. രണ്ട് സൈഡിലേക്ക് നല്ല രീതിയിൽ മസാല തേച്ച് കൊടുക്കാം. മസാല തേച്ച് കൊടുക്കുന്ന പീസ് നമുക്ക് ഒരു 10-15 മിനിറ്റ് റെസ്റ്റിന് വെച്ച ശേഷം ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 കരിയാപ്പില ഇട്ടിട്ട് ചൂടായി വരുമ്പോൾ ഓരോ പീസുകൾ വെച്ച് കൊടുക്കാം. ഓവർ ഹാർഡ് ഫ്രൈ ആയി പോരുത്. മീഡിയം ഫ്രൈ ആകുമ്പോൾ തിരിച്ചിടുക. ഷാലോ ഫ്രൈ ആകും. ഇപ്പം അതിനുശേഷം നമുക്കൊരു മൺചട്ടി വെച്ച് അതിലേക്ക് വാഴയില വെക്കുക. വാഴയില വെച്ച് കഴിയുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ അതിനാവശ്യമായ ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില ഇത് കട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ തേങ്ങേൻ്റെ പാൽ ഒഴിച്ച് കൊടുക്കുക ചട്ടിക്കകത്തേക്ക്. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ് തട്ടിക്കൂട്ടായത്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളകും കരിയാപ്പില ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. നമ്മൾ ചെറിയ പാത്രങ്ങളായതുകൊണ്ടാണ് മീൻ ചെറിയ പീസുകളാക്കി ഇടുന്നത്. ഒറ്റ വലിയ സ്ലൈസ് പീസാക്കാതെ അതിന് മേളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് സാധനം ഇട്ട് കൊടുത്ത് തേങ്ങാപ്പാലും ഒഴിക്കുക. ചെറുതായിട്ട് തിള വരുന്നത് വരെ നിൽക്കുക. വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1-ാം പാല് ആദ്യം നമ്മൾ ഒഴിച്ചത് 2-ാം പാലാണ്. അപ്പം നമ്മൾ തിള വന്ന് സെറ്റായി കഴിയുമ്പോഴത്തേനും 1-ാം പാൽ ഒഴിച്ച് കരിയാപ്പില ഇടുക. കുറച്ച് കരിയാപ്പില ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ തട്ടിക്കൂട്ട് നിർവ്വാണം റെഡി ആയിട്ടുണ്ട്.